നല്ല വരുമാനം ഉണ്ടാക്കി തരുന്ന ബിസിനസ്സായി യമു വളർത്തൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിരവധി പേരാണ് യമുവിനെ വളർത്തി കാശുണ്ടാക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നെത്തി ഇന്ത്യക്കാരിയായി മാറിയ, കുറച്ചുകൂടി കുറുക്കി പറഞ്ഞാൽ മലയാളിയായി മാറിയ പക്ഷിയാണ് യമു. ഏത് കാലാവസ്ഥയിലും ഇണങ്ങുന്ന പ്രകൃതം. മാംസത്തിനായും മുട്ടയ്ക്കായും മാത്രമല്ല, തോലിനായി കൂടി യമുവിനെ വളർത്തുന്ന കർഷകരുടെ എണ്ണം കൂടി വരികയാണ്. നല്ല വരുമാനം ഉണ്ടാക്കി തരുന്ന ബിസിനസ്സായി യമു വളർത്തൽ മാറിക്കഴിഞ്ഞു. ശരിക്കും നമ്മുടെ തെങ്ങ് പോലെയാണ് യമു എന്ന് പറയാം. കൽപ്പക വൃക്ഷത്തെ പോലെ യമുവിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. യമുവിന്റെ പ്രത്യേകത അതിന് മീറ്റ് കൊളസ്ട്രോൾ ഇല്ലാത്തതായതുകൊണ്ട് ഏത് രോഗികൾക്കും ഭക്ഷിക്കാം എന്നുള്ളതും, അതിന്റെ ഓയില് എല്ലാവിധമായ രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങള്, സോറിയാസിസ്, വെരിക്കോസിസ്, പിന്നെ കോസ്മെറ്റിക് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെ ഒരു നല്ല ഇതാണ്. പിന്നെ അതിന്റെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ് എന്റെ മറ്റൊരു പ്രത്യേകത. ഇതിന്റെ മീറ്റ് റെഡ് മീറ്റ് ആണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയുണ്ട്. മുട്ടയും ഔഷധമാണ്. പല ഔഷധങ്ങളുടെയും കൂട്ടായിട്ട് മുട്ട ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കാല് പ്രോസസ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെറിയ കൊച്ചു ടീപ്പോയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഫെദർ ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾക്ക് ചെയ്യാറുണ്ട്. സ്കിന്ന് നമ്മുടെ തോലുൽപ്പന്നങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ എല്ലാ സംഗതികളും നമുക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി യമുവിന്റെ മുട്ട എടുക്കാം. ഔഷധ ഗുണമുള്ള മുട്ടയ്ക്ക് വില അല്പം കൂടും. 1100 മുതൽ 1500 വരെയാണ് വില. ഏകദേശം 900 ഗ്രാമാണ് തൂക്കം. യമു ഇറച്ചി കൊളസ്ട്രോൾ രഹിതമാണ്. ഇറച്ചി കയറ്റുമതി ചെയ്യാനായി യമു കർഷകരുടെ യോഗം തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതുകൂടാതെ യമുവിന്റെ എണ്ണ കയറ്റുമതി ചെയ്യാനും പദ്ധതിയുണ്ട്. യമു ഓയിലിന് വിപണിയിൽ നല്ല ഡിമാൻഡാണുള്ളത്. ലിറ്ററിന് 5000-ലേറെ രൂപയാകും. യമുവിന്റെ തൊലി പോലും വെറുതെ കളയേണ്ടതില്ല. ഈ തൊലി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷൂവിനും ചെരുപ്പിനുമൊക്കെ നല്ല ഈടാണത്രേ.